ഫിസിക്സിൻ്റെ 11ാം ഭാഗത്ത് ആദ്യം നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ചോദ്യങ്ങളൊന്ന് പരിചയപ്പെടാം. അതിനുശേഷം വിശദമായി പഠിക്കാം. ഒന്നാമത്തെ ചോദ്യം, മാംസഭാഗത്തിലൂടെ തുളച്ചു കയറാൻ കഴിവുള്ള കിരണം എക്സ്റേ. എക്സ്റേ കണ്ടുപിടിച്ചത് റോൺജൺ. എക്സ്റേയുമായി സാമ്യമുള്ള കിരണം ഗാമ കിരണം. എല്ലുകളുടെ ക്ഷതം, വ്യവസായ മേഖലയിൽ പൈപ്പുകളുടെ വിള്ളൽ എന്നിവ അറിയുന്നതിന് സഹായിക്കുന്ന കിരണം എക്സ്റേ കിരണം. തരംഗദൈർഘ്യം കൂടിയതും ഊർജം കുറഞ്ഞതുമായ എക്സ്റേ സോഫ്റ്റ് എക്സ്റേ. ആന്തരിക അവയവങ്ങളുടെ ഫോട്ടോ എടുക്കാൻ ഉപയോഗിക്കുന്ന കിരണം സോഫ്റ്റ് എക്സ്റേ. റേഡിയേഷനും ക്യാൻസർ ചികിത്സക്കും ഉപയോഗിക്കുന്ന കിരണം ഹാർഡ് എക്സ്റേ. ശരീരത്തിലെ അമിത ഉപയോഗം DNA വിഘടിപ്പിക്കുന്നതിനാൽ ക്യാൻസറിന് കാരണമാകുന്ന കിരണം എക്സ്റേ കിരണം. എക്സ്റേ കടന്നുപോകാത്ത ലോഹം ലെഡ് അല്ലെങ്കിൽ EM. വൈദ്യുത കാന്തിക തരംഗങ്ങളിൽ ആവൃത്തി കൂടിയതും ഊർജം കൂടിയതും തരംഗദൈർഘ്യം കുറഞ്ഞതുമായ കിരണം ഗാമാ കിരണം. ജൈവകോശങ്ങളുടെ നാശത്തിന് കാരണമാകുന്നത് ഗാമാ കിരണം. അണുവിസ്ഫോടനം നടക്കുമ്പോൾ ധാരാളമായി പുറത്തു വരുന്നത് ഗാമാ കിരണം. ലോഹ വാർപ്പുകളിലെയും എണ്ണ പൈപ്പുകളിലെയും വെൽഡിങ്ങിലെ വിള്ളലുകളും ന്യൂനതകളും മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന വികിരണം ഗാമാ കിരണം. പ്രകാശത്തിൻ്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചുള്ള പഠനം ഓപ്റ്റിക്സ്. പ്രകാശത്തിൻ്റെ വേഗത 3 × 10⁸ മീറ്റർ/സെക്കൻഡ്, 3 ലക്ഷം km/s ആണ്. പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല. ആദ്യമായി പ്രകാശത്തിൻ്റെ വേഗത കണക്കാക്കിയ ശാസ്ത്രജ്ഞൻ റോമർ. പ്രകാശത്തിൻ്റെ വേഗത ഏതാണ്ട് കൃത്യമായി കണക്കാക്കിയ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് A. മെക്കൽസൺ. സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം 8 മിനിറ്റ് 20 സെക്കൻഡ്, അതായത് 500 സെക്കൻഡ്. ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം 1.3 സെക്കൻഡ്. പ്രകാശത്തിൻ്റെ അടിസ്ഥാന കാണ്ഡം അറിയപ്പെടുന്നത് ഫോട്ടോൺ. പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന കണം ടാക്കിയോൺസ്. ടാക്കിയോണുകൾ കണ്ടുപിടിച്ചത് ECG സുദർശൻ. പ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യത്തിൻ്റെ യൂണിറ്റുകൾ ആംസ്ട്രോം, മീറ്റർ, നാനോമീറ്റർ. പ്രകാശ തീവ്രത ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് കാൻഡില. പ്രകാശത്തിൻ്റെ തീവ്രത ആശ്രയിച്ചിരിക്കുന്നത് പ്രകാശ തരംഗത്തിൻ്റെ ആയതി അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ്. ഐക്യരാഷ്ട്രസഭ അന്തർദേശീയ പ്രകാശ വർഷമായി പ്രഖ്യാപിച്ച വർഷം 2015. വ്യക്തമായ കാഴ്ചക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം 25 സെൻറ്റിമീറ്റർ. പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ക്രിസ്റ്റ്യൻ ഹൈജൻസ്. വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ. പ്രകാശം വൈദ്യുത കാന്തിക തരംഗങ്ങളാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ഹെൻറിച്ച് ഹെർട്സ്. ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചത് മാക്സ് പ്ലാങ്ക്. പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് സർ ഐസക് ന്യൂട്ടൺ 1675. ഇനി ഇതിൻ്റെ വിശദമായ ചോദ്യോത്തരങ്ങളും ഫാക്ട്സും നമുക്ക് ഹൃദ്യസ്ഥമാക്കാൻ ശ്രമിക്കാം. ഒന്നാമത്തെ ചോദ്യം, മാംസഭാഗങ്ങളിലൂടെ തുളച്ചു കയറാൻ കഴിവുള്ളതും എല്ലുകളെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നതുമായ കിരണം ഏത്? ശരിയായ ഉത്തരം എക്സ്റേ. മാംസഭാഗങ്ങളിലൂടെ തുളച്ചു കയറാൻ കഴിവുള്ളതും എല്ലുകളെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നതുമായ കിരണം എക്സ്റേ. മാംസഭാഗങ്ങളിലൂടെ തുളച്ചു കയറാൻ കഴിവുള്ളതും എല്ലുകളെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നതുമായ കിരണം എക്സ്റേ. എക്സ്റേ കണ്ടുപിടിച്ചത് 1885 ജർമ്മൻ ശാസ്ത്രജ്ഞനായ വിൽഹെം കോൺറാഡ് റോൺട്ജൺ ആണ്. എക്സ്റേ 1895 ജർമ്മൻ ശാസ്ത്രജ്ഞനായ വിൽഹെം കോൺറാഡ് റോൺട്ജൺ ആണ് കണ്ടുപിടിച്ചത്. എക്സ്റേ 1895 ജർമ്മൻ ശാസ്ത്രജ്ഞനായ വിൽഹെം കോൺറാഡ് റോൺട്ജൺ ആണ് കണ്ടുപിടിച്ചത്. എക്സ്റേയുമായി ഏറ്റവും സാമ്യമുള്ളതും തുളച്ചു കയറാൻ കഴിവ് എക്സ്റേയേക്കാൾ കൂടുതലുള്ളതുമായ കിരണം ഏത്? എക്സ്റേയുമായി ഏറ്റവും സാമ്യമുള്ളതും തുളച്ചു കയറാനുള്ള കഴിവ് എക്സ്റേയേക്കാൾ കൂടുതലുള്ളതുമായ കിരണം ഏത്? ശരിയായ ഉത്തരം ഗാമാ കിരണം. എക്സ്റേയുമായി ഏറ്റവും സാമ്യമുള്ളതും തുളച്ചു കയറാൻ കഴിവ് എക്സ്റേയേക്കാൾ കൂടുതലുള്ളതുമായ കിരണം ഗാമാ കിരണം. എക്സ്റേയുമായി ഏറ്റവും സാമ്യമുള്ളതും തുളച്ചു കയറാൻ കഴിവ് എക്സ്റേയേക്കാൾ കൂടുതലുള്ളതുമായ കിരണം ഗാമാ കിരണം. എക്സ്റേയും ഗാമാ കിരണവും വൈദ്യുത കാന്തിക തരംഗങ്ങളാണ്. രണ്ടിനും ചാർജോ മാസോ ഇല്ല, പ്രകാശവേഗതയിൽ സഞ്ചരിക്കുന്നു. എക്സ്റേയും ഗാമാ കിരണവും രണ്ടും വൈദ്യുത കാന്തിക തരംഗങ്ങളാണ്. രണ്ടിനും ചാർജോ മാസോ ഇല്ല, പ്രകാശവേഗതയിൽ സഞ്ചരിക്കുന്നു. അവ തമ്മിലുള്ള വ്യത്യാസം എന്തെന്നാൽ എക്സ്റേ ഉണ്ടാക്കുന്നത് ഇലക്ട്രോണുകൾ കൊണ്ടാണ്, ഗാമാ കിരണം ഉണ്ടാക്കുന്നത് അണുകേന്ദ്രത്തിൽ ന്യൂക്ലിയസിൽ നിന്നാണ്. അതുകൊണ്ട് ഗാമയ്ക്ക് ഊർജ്ജവും തുളച്ചു കയറാനുള്ള ശേഷിയും എക്സ്റേയേക്കാൾ പല മടങ്ങ് കൂടുതലാണ്. എക്സ്റേ ഉണ്ടാകുന്നത് ഇലക്ട്രോണുകൾ കൊണ്ടാണ്, ഗാമാ കിരണം ഉണ്ടാകുന്നത് അണുകേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ന്യൂക്ലിയസിൽ നിന്നാണ്. ഗാമാ കിരണം കണ്ടുപിടിച്ചത് 1900 ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ പോൾ വില്ലാർഡ് ആണ്. റേഡിയം എന്ന മൂലകത്തിൽ നിന്നാണ് കണ്ടുപിടിച്ചത്. ഗാമാ കിരണം കണ്ടുപിടിച്ചത് 1900 ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ പോൾ വില്ലാർഡ്
ആണ്. ഗാമാകിരണം കണ്ടുപിടിച്ചത് 1900-ൽ ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ പോൾ വില്ലാർഡ് ആണ്. റേഡിയം എന്ന മൂലകത്തിൽ നിന്നാണ് ഗാമാകിരണം കണ്ടുപിടിച്ചത്. റേഡിയം എന്ന മൂലകത്തിൽ നിന്നാണ് ഗാമാകിരണം കണ്ടുപിടിച്ചത്. ഗാമാകിരണത്തിൻ്റെ ഉപയോഗം ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു. അണുക്കളെ നശിപ്പിക്കാൻ, ഭക്ഷ്യവസ്തുക്കൾ സംരക്ഷിക്കാൻ, ബഹിരാകാശ ഗവേഷണത്തിൽ എല്ലാം ഉപയോഗിക്കുന്നു. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു. അണുക്കളെ നശിപ്പിക്കാൻ, ഭക്ഷ്യവസ്തുക്കൾ സംരക്ഷിക്കാൻ, ബഹിരാകാശ ഗവേഷണത്തിൽ സഹായിക്കുന്നു. എല്ലുകളിലെ ക്ഷതം വ്യവസായ മേഖലയിലെ പൈപ്പുകളിലെയും വെൽഡിങ്ങിലെയും വിള്ളലുകൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന കിരണം ഏത്? എല്ലുകളുടെ ക്ഷതം വ്യവസായ മേഖലയിലെ പൈപ്പുകളിലെയും വെൽഡിങ്ങിലെയും വിള്ളലുകൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന കിരണം ഏത്? ശരിയായ ഉത്തരം എക്സ്റേ കിരണം. ശരിയായ ഉത്തരം എക്സ്റേ കിരണം. എല്ലുകളുടെ ക്ഷതം വ്യവസായ മേഖലയിലെ പൈപ്പുകളിലെയും വെൽഡിങ്ങിലെയും വിള്ളലുകൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന കിരണം എക്സ്റേ കിരണം. എല്ലുകളുടെ ക്ഷതം വ്യവസായ മേഖലയിലെ പൈപ്പുകളിലെയും വെൽഡിങ്ങിലെയും വിള്ളലുകൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന കിരണം എക്സ്റേ കിരണം ആണെന്ന് ഓർമ്മിക്കുക. തരംഗദൈർഘ്യം കൂടിയതും ഊർജ്ജം കുറഞ്ഞതും തുളച്ചു കയറാൻ കഴിവ് കുറഞ്ഞതുമായ എക്സ്റേ ഏത്? തരംഗദൈർഘ്യം കൂടിയതും ഊർജ്ജം കുറഞ്ഞതും തുളച്ചു കയറാൻ കഴിവ് കുറഞ്ഞതുമായ എക്സ്റേ ഏത്? ശരിയായ ഉത്തരം സോഫ്റ്റ് എക്സ്റേ. തരംഗദൈർഘ്യം കൂടിയതും ഊർജ്ജം കുറഞ്ഞതും എന്നാൽ തുളച്ചു കയറാൻ കഴിവ് കുറഞ്ഞതുമായ എക്സ്റേ ഏത്? തരംഗദൈർഘ്യം കൂടിയത്, ഊർജ്ജം കുറഞ്ഞത്, തുളച്ചു കയറാൻ കഴിവ് കുറഞ്ഞതുമായ എക്സ്റേ സോഫ്റ്റ് എക്സ്റേ ആണ്. രണ്ട് തരം എക്സ്റേ ഉണ്ട്, സോഫ്റ്റ് എക്സ്റേ, ഹാർഡ് എക്സ്റേ. സോഫ്റ്റ് എക്സ്റേ തരംഗദൈർഘ്യം കൂടുതലാണ്. 10 നാനോമീറ്റർ മുതൽ 0.1 നാനോമീറ്റർ വരെ തരംഗദൈർഘ്യം ഉണ്ട് സോഫ്റ്റ് എക്സ്റേക്ക് തരംഗദൈർഘ്യം കൂടുതലാണ്, ഊർജ്ജം കുറവാണ്. 0.12 കിലോ ഇലക്ട്രോണിക് വാൾട്ട് മുതൽ 12 കിലോ ഇലക്ട്രോണിക് വാൾട്ട് വരെ. 0.12 കിലോ ഇലക്ട്രോണിക് വാൾട്ട് മുതൽ 12 കിലോ ഇലക്ട്രോണിക് വാൾട്ട് വരെയാണ്. എക്സ്റേ രണ്ട് തരമുണ്ട്, സോഫ്റ്റ് എക്സ്റേ, ഹാർഡ് എക്സ്റേ. ഹാർഡ് എക്സ്റേ തരംഗദൈർഘ്യം കുറവാണ്, ഊർജ്ജം കൂടുതലാണ്. ഹാർഡ് എക്സ്റേക്ക് തരംഗദൈർഘ്യം കുറവ്, ഊർജ്ജം കൂടുതൽ. സോഫ്റ്റ് എക്സ്റേക്ക് തരംഗദൈർഘ്യം കൂടുതൽ, ഊർജ്ജം കുറവ് ആണെന്ന് ഓർമ്മിക്കുക. തരംഗദൈർഘ്യം കുറഞ്ഞതും ഊർജ്ജം കൂടിയതും ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നതുമായ എക്സ്റേ ഏത്? തരംഗദൈർഘ്യം കുറഞ്ഞതും ഊർജ്ജം കൂടിയതും ക്യാൻസർ ചികിത്സയ്ക്ക് റേഡിയോ തെറാപ്പി ഉപയോഗിക്കുന്നതുമായ എക്സ്റേ ഹാർഡ് എക്സ്റേ ആണെന്ന് ഓർമ്മിക്കുക. തരംഗദൈർഘ്യം കുറയുമ്പോൾ ഊർജ്ജം കൂടും എന്ന് ഓർമ്മിക്കുക. തരംഗദൈർഘ്യം കുറയുമ്പോൾ ഊർജ്ജം കൂടും. തരംഗദൈർഘ്യം കൂടിയത്, ഊർജ്ജം കുറഞ്ഞതാണ് സോഫ്റ്റ് എക്സ്റേ. തരംഗദൈർഘ്യം കുറഞ്ഞതും ഊർജ്ജം കൂടിയതുമാണ് ഹാർഡ് എക്സ്റേ. അമിതമായി ശരീരത്തിൽ പതിച്ചാൽ DNA തകർക്കുകയും കോശത്തെ നശിപ്പിച്ച് ക്യാൻസറിന് കാരണമാവുകയും ചെയ്യുന്ന അയോണൈസിങ് റേഡിയേഷൻ ഏത്? അമിതമായി ശരീരത്തിൽ പതിച്ചാൽ DNA തകർക്കുകയും കോശങ്ങളെ നശിപ്പിച്ച് ക്യാൻസറിന് കാരണമാവുകയും ചെയ്യുന്ന അയോണീകരണ വികിരണം ഏത്? ശരിയായ ഉത്തരം എക്സ്റേ കിരണം. അമിതമായി ശരീരത്തിൽ പതിച്ചാൽ DNA തകർക്കുകയും കോശങ്ങളെ നശിപ്പിച്ച് ക്യാൻസറിന് കാരണമാവുകയും ചെയ്യുന്ന അയോണീകരണ വികിരണമാണ് എക്സ്റേ. എക്സ്റേ ഒരു അയണൈസിങ് റേഡിയേഷൻ ആണ്. അതായത് ശരീരത്തിലെ കോശങ്ങളിലെ DNA ബോണ്ടുകൾ പൊട്ടിക്കാൻ ഇതിന് കഴിയും. ഇത് കോശങ്ങളിൽ മ്യൂട്ടേഷൻ ഉണ്ടാക്കി ക്യാൻസറാക്കി മാറ്റുന്നു. എക്സ്റേയെ പൂർണ്ണമായി തടയാൻ കഴിയുന്നതും എക്സ്റേ റൂമിൽ സംരക്ഷണ കവചമായി ഉപയോഗിക്കുന്നതുമായ ലോഹം ഏത്? എക്സ്റേയെ പൂർണ്ണമായി തടയാൻ കഴിയുന്നതും എക്സ്റേ റൂമിൽ സംരക്ഷണ കവചമായി ഉപയോഗിക്കുന്ന ലോഹമാണ് ലെഡ് അല്ലെങ്കിൽ ഇഎം. ലെഡ് അല്ലെങ്കിൽ ഇഎം. എക്സ്റേയെ പൂർണ്ണമായി തടയാൻ കഴിയുന്നതും എന്നാൽ എക്സ്റേ റൂമിൽ സംരക്ഷണ കവചമായി ഉപയോഗിക്കുന്നതുമായ ലോഹം ആണ് ലെഡ് ഇഎം. എക്സ്റേ എടുക്കുന്ന ഡോക്ടർമാരും ടെക്നീഷ്യന്മാരും ധരിക്കുന്നത് ലെഡ് ഏപ്രൺ, ഇയത്തിൻ്റെ ഏപ്രൺ ആണ്. എക്സ്റേ എടുക്കുന്ന ഡോക്ടർമാരും ടെക്നീഷ്യന്മാരും ധരിക്കുന്നത് ലെഡ് ഏപ്രൺ ആണ്, ഇയത്തിൻ്റെ ഏപ്രൺ ആണെന്ന് ഓർമ്മിക്കുക. വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിൽ ഏറ്റവും കൂടിയ ആവൃത്തിയും ഏറ്റവും കുറഞ്ഞ ഊർജ്ജവും ഏറ്റവും കുറഞ്ഞ തരംഗദൈർഘ്യവും ഉള്ള കിരണം ഏത്? വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിൽ ഏറ്റവും കൂടിയ ആവൃത്തിയും ഏറ്റവും കൂടിയ ഊർജ്ജവും ഏറ്റവും കുറഞ്ഞ തരംഗദൈർഘ്യമുള്ള കിരണം ഏത്? ശരിയായ ഉത്തരം ഗാമാ കിരണം. വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിൽ ഏറ്റവും കൂടിയ ആവൃത്തിയും ഏറ്റവും കൂടിയ ഊർജ്ജവും ഏറ്റവും കുറഞ്ഞ തരംഗദൈർഘ്യവും ഉള്ള കിരണം ഗാമാ കിരണമാണെന്ന് ഓർമ്മിക്കുക. തരംഗദൈർഘ്യം കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് നോക്കാം. റേഡിയോ കിരണം, മൈക്രോവേവ് കിരണം, ഇൻഫ്രാറെഡ്, ദൃശ്യപ്രകാശം, അൾട്രാവയലറ്റ്, എക്സ്റേ, ഗാമ. തരംഗദൈർഘ്യം കൂടിയത് റേഡിയോ, മൈക്രോവേവ്, ഇൻഫ്രാറെഡ്, ദൃശ്യപ്രകാശം, അൾട്രാവയലറ്റ്, എക്സ്റേ, ഗാമ. റേഡിയോ ആണ് തരംഗദൈർഘ്യം ഏറ്റവും കൂടിയത്, പിന്നെ അതിനുശേഷം മൈക്രോവേവ്, പിന്നെ ഇൻഫ്രാറെഡ്, ദൃശ്യപ്രകാശം, അൾട്രാവയലറ്റ്, എക്സ്റേ, ഗാമ. ഇനി ഊർജ്ജവും ആവൃത്തിയും ഇത് നേരെ തിരിച്ചാണ്. ഗാമയാണ് ഊർജ്ജവും ആവൃത്തിയും കൂടിയത്, ഗാമ കിരണമാണ് ഊർജ്ജവും ആവൃത്തിയും കൂടിയത്. ഗാമ, എക്സ്റേ, അൾട്രാവയലറ്റ്, ദൃശ്യപ്രകാശം, ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, റേഡിയോ ഇങ്ങനെ തിരിച്ചു വരും. തരംഗദൈർഘ്യം ഏറ്റവും കൂടിയത് റേഡിയോ കിരണമാണ്. ഊർജ്ജവും ആവൃത്തിയും ഏറ്റവും കൂടിയത് ഗാമ കിരണമാണെന്ന് ഓർമ്മിച്ചാൽ മതി.
തരംഗദൈർഘ്യം കൂടിയത് റേഡിയോ, മൈക്രോവേവ്, ഇൻഫ്രാറെഡ്, ദൃശ്യപ്രകാശം, അൾട്രാവയലറ്റ്, എക്സ്റേ, ഗാമ ഇവയാണ്. ഏറ്റവും ഉയർന്ന ഊർജ്ജമുള്ള ജൈവകോശങ്ങളെ പൂർണ്ണമായി നശിപ്പിക്കാൻ കഴിവുള്ളതുമായ വൈദ്യുതകാന്തിക തരംഗം ഏത്? ഏറ്റവും ഉയർന്ന ഊർജ്ജമുള്ളതും ജൈവകോശങ്ങളെ പൂർണ്ണമായി നശിപ്പിക്കാൻ കഴിവുള്ളതുമായ വൈദ്യുതകാന്തിക തരംഗം ഏത്? ശരിയായ ഉത്തരം ഗാമ കിരണം. ഏറ്റവും ഉയർന്ന ഊർജ്ജമുള്ളതും ജൈവകോശങ്ങളെ പൂർണ്ണമായി നശിപ്പിക്കാൻ കഴിവുള്ളതുമായ വൈദ്യുതകാന്തിക തരംഗം ഗാമ കിരണം. വൈദ്യുതകാന്തിക സ്പെക്ട്രത്തിൽ തരംഗദൈർഘ്യം കുറഞ്ഞത് ഗാമ കിരണമാണ്. 0.0001 നാനോമീറ്ററാണ് വൈദ്യുതകാന്തിക തരംഗദൈർഘ്യം. ഊർജ്ജം കൂടിയത് ഗാമ കിരണമാണ്. അതുകൊണ്ട് ഇത് കോശങ്ങളുടെ DNA നേരിട്ട് തകർക്കും. അണുവിസ്ഫോടനം, ആണവ റിയാക്ടർ ചോർച്ചാ സമയത്ത് ജീവന് ഏറ്റവും അപകടകരമായി ധാരാളമായി പുറത്തുവരുന്ന കിരണം ഏത്? അണുവിസ്ഫോടനം, ആണവ റിയാക്ടർ ചോർച്ചാ സമയത്ത് ജീവന് ഏറ്റവും അപകടകരമായി ധാരാളമായി പുറത്തുവരുന്ന കിരണം ഗാമ കിരണം. ലോഹ വാർപ്പുകളിലെയും എണ്ണ പൈപ്പുകളിലെയും വെൽഡിങ്ങുകളിലെയും വിള്ളലുകളും ന്യൂനതകളും മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന വികിരണവും ഗാമ കിരണമാണ്. പ്രകാശത്തിൻ്റെ സ്വഭാവം, പ്രതിഫലനം, അപവർത്തനം, വിസരണം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ഭൗതിക ശാസ്ത്ര ശാഖ ഏത്? പ്രകാശത്തിൻ്റെ സ്വഭാവം, പ്രതിഫലനം, അപവർത്തനം, വിസരണം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ഭൗതിക ശാസ്ത്ര ശാഖ ഏത്? ശരിയായ ഉത്തരം ഓപ്റ്റിക്സ്. പ്രകാശത്തിൻ്റെ സ്വഭാവം, പ്രതിഫലനം, അപവർത്തനം, വിസരണം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ഭൗതിക ശാസ്ത്ര ശാഖ ഓപ്റ്റിക്സ് ആണ്. രണ്ട് തരം ഓപ്റ്റിക്സ് ഉണ്ട്. ജിയോമെട്രിക്കൽ ഓപ്റ്റിക്സ് പ്രകാശത്തിൻ്റെ കിരണമായി കണക്കാക്കി പ്രതിഫലനം, അപവർത്തനം എന്നിവയെ പഠിപ്പിക്കുന്നു. ലെൻസുകൾ, കണ്ണടകൾ, മൈക്രോസ്കോപ്പ് ഇതിൽ വരും. രണ്ടാമത്തത് ഫിസിക്കൽ ഓപ്റ്റിക്സ് പ്രകാശത്തെ ഒരു തരംഗമായി കണക്കാക്കി ഇൻ്റർഫറൻസ്, ഡിഫ്രാക്ഷൻ, പോളറൈസേഷൻ എന്നിവ പഠിപ്പിക്കുന്നു. പ്രകാശത്തിൻ്റെ സ്വഭാവം, പ്രതിഫലനം, അപവർത്തനം, വിസരണം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ഭൗതിക ശാസ്ത്ര ശാഖയാണ് ഓപ്റ്റിക്സ്. രണ്ട് തരം ഓപ്റ്റിക്സ് ഉണ്ട്. ജിയോമെട്രിക്കൽ ഓപ്റ്റിക്സ്, ഫിസിക്കൽ ഓപ്റ്റിക്സ്. ജിയോമെട്രിക്കൽ ഓപ്റ്റിക്സ് ആണ് പ്രകാശത്തെ ഒരു കിരണമായി കണക്കാക്കി പ്രതിഫലനം, അപവർത്തനം എന്നിവയെ പഠിപ്പിക്കുന്നു. പ്രകാശത്തെ ഒരു കിരണമായി കണക്കാക്കി പ്രതിഫലനം, അപവർത്തനം എന്നിവയെ പഠിപ്പിക്കുന്നു. ലെൻസുകൾ, കണ്ണടകൾ, മൈക്രോസ്കോപ്പ് എന്നിവ ഇതിൽ വരും ജിയോമെട്രിക്കൽ ഓപ്റ്റിക്സിൽ. ഫിസിക്കൽ ഓപ്റ്റിക്സ് എന്നാൽ പ്രകാശത്തെ ഒരു തരംഗമായി കണക്കാക്കി ഇൻ്റർഫറൻസ്, ഡിഫ്രാക്ഷൻ, പോളറൈസേഷൻ എന്നിവ പഠിപ്പിക്കുന്നു. ജിയോമെട്രിക്കൽ ഓപ്റ്റിക്സിൽ പ്രകാശത്തെ ഒരു കിരണമായി കണക്കാക്കുന്നു. ഫിസിക്കൽ ഓപ്റ്റിക്സിൽ പ്രകാശത്തെ തരംഗമായി കണക്കാക്കുന്നു എന്ന് ഓർമ്മിക്കുക. ആധുനിക ഓപ്റ്റിക്സിൻ്റെ പിതാവ് ഇബ്ൻ അൽ ഹൈതം ആണ്. ആധുനിക ഓപ്റ്റിക്സിൻ്റെ പിതാവ് ഇബ്ൻ അൽ ഹൈതം ആണ്. അദ്ദേഹത്തിൻ്റെ ബുക്സ് ഓഫ് ഓപ്റ്റിക്സ് ആണ് അടിസ്ഥാനം. ആധുനിക ഓപ്റ്റിക്സിൻ്റെ പിതാവ് ഇബ്ൻ അൽ ഹൈതം ആണ്. ആധുനിക ഓപ്റ്റിക്സിൻ്റെ പിതാവ് ഇബ്ൻ അൽ ഹൈതം ആണ്. അദ്ദേഹത്തിൻ്റെ ബുക്സ് ഓഫ് ഓപ്റ്റിക്സ് ആണ് അടിസ്ഥാനം. ശൂന്യതയിൽ അല്ലെങ്കിൽ വാക്വം പ്രകാശത്തിൻ്റെ വേഗത എത്ര? ശൂന്യതയിൽ പ്രകാശത്തിൻ്റെ വേഗത എത്ര? ശൂന്യതയിൽ പ്രകാശത്തിൻ്റെ വേഗത 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. 30 കോടി മീറ്റർ പെർ സെക്കൻഡ്. ശൂന്യതയിൽ പ്രകാശത്തിൻ്റെ വേഗത 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. 30 കോടി മീറ്റർ പെർ സെക്കൻഡ്. ശൂന്യതയിൽ 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ്. വെള്ളത്തിൽ 2,25,000 കിലോമീറ്റർ പെർ സെക്കൻഡ്. ഗ്ലാസിൽ 2 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ്. ഇത് കിലോമീറ്റർ പെർ സെക്കൻഡിലാണ് പറയുന്നത്. ശൂന്യതയിൽ 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ്. വെള്ളത്തിൽ 2,25,000 കിലോമീറ്റർ പെർ സെക്കൻഡ്. ഗ്ലാസിൽ 2 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ്. ശൂന്യതയിൽ പ്രകാശത്തിൻ്റെ വേഗത 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. അതായത് 30 കോടി മീറ്റർ പെർ സെക്കൻഡ് ആണ് ശൂന്യതയിൽ പ്രകാശത്തിൻ്റെ വേഗത. ശൂന്യതയിൽ കിലോമീറ്റർ പെർ സെക്കൻഡിൽ 3 ലക്ഷം ആണ്. ശൂന്യതയിൽ കിലോമീറ്റർ പെർ സെക്കൻഡിൽ 3 ലക്ഷം ആണ് പ്രകാശത്തിൻ്റെ വേഗത. വെള്ളത്തിൽ 2,25,000 കിലോമീറ്റർ പെർ സെക്കൻഡാണ്. ഗ്ലാസിൽ 2 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡാണ്. കിലോമീറ്റർ പെർ സെക്കൻഡിൽ ശൂന്യതയിൽ 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡാണ്. വെള്ളത്തിൽ 2,25,000 കിലോമീറ്റർ പെർ സെക്കൻഡാണ്. ഗ്ലാസിൽ 2 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡാണെന്ന് ഓർമ്മിക്കുക. ശൂന്യതയിൽ പ്രകാശത്തിൻ്റെ വേഗത 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. താഴെ പറയുന്നവയിൽ സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ലാത്ത തരംഗം ഏത്? താഴെ പറയുന്നവയിൽ സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ലാത്ത തരംഗം ഏത്? ശബ്ദതരംഗം, ജലതരംഗം, പ്രകാശതരംഗം, ഭൂകമ്പതരംഗം. ഉത്തരം പ്രകാശതരംഗം. താഴെ പറയുന്നവയിൽ സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ലാത്ത തരംഗം പ്രകാശതരംഗം. താഴെ പറയുന്നവയിൽ സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ലാത്ത തരംഗം ശബ്ദതരംഗം, ജലതരംഗം, പ്രകാശതരംഗം. ഭൂകമ്പതരംഗത്തിൽ സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ലാത്ത തരംഗം പ്രകാശതരംഗം ആണ്.
എല്ലാ വൈദ്യുത കാന്തിക തരംഗങ്ങൾക്കും മാധ്യമം വേണ്ട. പ്രകാശം, റേഡിയോ, മൈക്രോവേവ്, എക്സ്റേ, ഗാമ ഇവയ്ക്കൊന്നും മാധ്യമം ആവശ്യമില്ല. മാധ്യമം വേണ്ടാത്തത് എല്ലാ വൈദ്യുത കാന്തിക തരംഗങ്ങൾക്കും മാധ്യമം ആവശ്യമില്ല. എല്ലാ വൈദ്യുത കാന്തിക തരംഗങ്ങൾക്കും സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല. പ്രകാശം, റേഡിയോ, മൈക്രോവേവ്, എക്സ്റേ, ഗാമ എന്നിവയ്ക്ക് മാധ്യമം ആവശ്യമില്ല. മാധ്യമം വേണ്ടത് ശബ്ദം, ജലം, തരംഗം. സഞ്ചരിക്കാൻ മാധ്യമം വേണ്ടത് ശബ്ദം, ജല, തരംഗം. 1676 ആദ്യമായി പ്രകാശത്തിന് ഒരു പരിമിതമായ വേഗതയുണ്ടെന്ന് കണ്ടെത്തി കണക്കാക്കിയ ഡാനിഷ് ശാസ്ത്രജ്ഞൻ ആര്? 1676 ആദ്യമായി പ്രകാശത്തിന് ഒരു പരിമിത വേഗതയുണ്ടെന്ന് കണ്ടെത്തി കണക്കാക്കിയ ഡാനിഷ് ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഒലെ റോമർ. 1676 ആദ്യമായി പ്രകാശത്തിന് ഒരു പരിമിതമായ വേഗതയുണ്ടെന്ന് കണ്ടെത്തി കണക്കാക്കിയ ഡാനിഷ് ശാസ്ത്രജ്ഞൻ ആണ് ഒലെ റോമർ. 1676 ആദ്യമായി പ്രകാശത്തിന് ഒരു പരിമിതമായ വേഗതയുണ്ടെന്ന് കണ്ടെത്തിയ ഡാനിഷ് ശാസ്ത്രജ്ഞൻ ആണ് ഒലെ റോമർ. വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ അയോയുടെ ഗ്രഹണത്തെ നിരീക്ഷിച്ചാണ് റോമർ ഇത് കണ്ടെത്തിയത്. വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ അയോയുടെ ഗ്രഹണത്തെ നിരീക്ഷിച്ചാണ് റോമർ ഇത് കണ്ടെത്തിയത്. 1676 ആദ്യമായി പ്രകാശത്തിന് ഒരു പരിമിതമായ വേഗതയുണ്ടെന്ന് കണ്ടെത്തി കണക്കാക്കിയ ഡാനിഷ് ശാസ്ത്രജ്ഞൻ ആണ് ഒലെ റോമർ. വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ അയോയുടെ ഗ്രഹണത്തെ നിരീക്ഷിച്ചാണ് റോമർ ഇത് കണ്ടെത്തിയെന്ന് ഓർമ്മിക്കുക. പ്രകാശത്തിൻ്റെ വേഗത ഏറ്റവും കൃത്യമായി ആദ്യമായി അളന്നതിന് 1907 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ആരാണ്? പ്രകാശത്തിൻ്റെ വേഗത ഏറ്റവും കൃത്യമായി ആദ്യമായി അളന്നതിന് 1907 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ശരിയായ ഉത്തരം ആൽബർട്ട് എ മൈക്കിൾസൺ. ആൽബർട്ട് എ മൈക്കിൾസൺ. പ്രകാശത്തിൻ്റെ വേഗത ഏറ്റവും കൃത്യമായി ആദ്യമായി അളന്നതിന് 1907 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് എ മൈക്കിൾസൺ. കറങ്ങുന്ന കണ്ണാടികൾ അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് മിറേഴ്സ് ഉപയോഗിച്ചാണ് മൈക്കിൾസൺ വേഗത അളന്നത്. 1926 അദ്ദേഹം കണ്ടെത്തിയ മൂല്യം 29,97,96,000 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. 1926 അദ്ദേഹം കണ്ടെത്തിയ മൂല്യം 29,97,96,000 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. ഇത് ഇന്നത്തെ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡിന് ഏതാണ്ട് തുല്യമാണ്. കറങ്ങുന്ന കണ്ണാടികൾ അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് മിറേഴ്സ് ഉപയോഗിച്ചാണ് മൈക്കിൾസൺ വേഗത അളന്നത്. 1926 അദ്ദേഹം കണ്ടെത്തിയ മൂല്യം 29,97,96,000 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു എന്ന് ഓർമ്മിക്കുക. ഇത് ഇന്നത്തെ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡിന് ഏതാണ്ട് തുല്യമാണ്. സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിൽ എത്താൻ എത്ര സമയം എടുക്കും? സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിൽ എത്താൻ എത്ര സമയം എടുക്കും? ശരിയായ ഉത്തരം 8 മിനിറ്റ് 20 സെക്കൻഡ് അല്ലെങ്കിൽ 500 സെക്കൻഡ്. സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ എത്ര സമയമെടുക്കുമെന്ന് ചോദിച്ചാൽ 8 മിനിറ്റ് 20 സെക്കൻഡ്. സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ 8 മിനിറ്റ് 20 സെക്കൻഡ് അല്ലെങ്കിൽ 500 സെക്കൻഡ്. അതായത് നമ്മൾ കാണുന്ന സൂര്യൻ 8 മിനിറ്റ് മുൻപുള്ളതാണ്. സൂര്യൻ ഇപ്പോൾ പെട്ടെന്ന് അണഞ്ഞുപോയാൽ അത് നമുക്ക് അറിയാൻ 8 മിനിറ്റ് 20 സെക്കൻഡ് എടുക്കും. ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിൽ എത്താൻ എത്ര സമയമെടുക്കും? ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ എത്ര സമയമെടുക്കും? ശരിയായ ഉത്തരം 1.3 സെക്കൻഡ്. ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിൽ എത്താൻ എത്ര സമയമെടുക്കും? 1.3 സെക്കൻഡ്. ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ എത്ര സമയമെടുക്കും? 1.3 സെക്കൻഡ്. ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ എത്ര സമയമെടുക്കും എന്ന് ചോദിച്ചാൽ 1.3 സെക്കൻഡ്. ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് വെറും 3.84 ലക്ഷം കിലോമീറ്റർ മാത്രം അകലെയാണ്. ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് 3.84 ലക്ഷം കിലോമീറ്റർ മാത്രം അകലെയാണ്. പ്രകാശം ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കും. പ്രകാശം ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കും. അതുകൊണ്ട് 1.3 സെക്കൻഡ് മതി. അതുകൊണ്ട് 1.3 സെക്കൻഡ് മതി എന്ന് ഓർമ്മിക്കുക. പ്രകാശത്തിൻ്റെ ഊർജ്ജത്തിൻ്റെ ഏറ്റവും ചെറിയ പാക്കറ്റ് അടിസ്ഥാന കണത്തെ എന്ത് വിളിക്കുന്നു? പ്രകാശത്തിൻ്റെ ഊർജ്ജത്തിൻ്റെ ഏറ്റവും ചെറിയ പാക്കറ്റ് അല്ലെങ്കിൽ അടിസ്ഥാന കണത്തെ എന്ത് വിളിക്കുന്നു? ശരിയായ ഉത്തരം ഫോട്ടോൺ. പ്രകാശത്തിൻ്റെ ഊർജ്ജത്തിൻ്റെ ഏറ്റവും ചെറിയ പാക്കറ്റ് ഓർ അടിസ്ഥാന കണത്തെ എന്ത് വിളിക്കുന്നു? ഫോട്ടോൺ. 1905 ആൽബർട്ട് ഐൻസ്റ്റീനാണ് ഫോട്ടോൺ എന്ന ആശയം കൊണ്ടുവന്നത്. ഇത് പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞതാണ്. പ്രകാശത്തിൻ്റെ ഊർജ്ജത്തിൻ്റെ ഏറ്റവും ചെറിയ പാക്കറ്റ് ഫോട്ടോൺ ആണ്. പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന സാങ്കല്പികമായി കരുതുന്ന കണങ്ങൾ ഏതാണ്? പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുമെന്ന് സാങ്കല്പികമായി കരുതുന്ന കണങ്ങൾ ഏതാണ്? ഉത്തരം ടാക്കിയോൺസ്. പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുമെന്ന് സാങ്കല്പികമായി കരുതുന്ന കണങ്ങളാണ് ടാക്കിയോൺസ്. പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുമെന്ന് സാങ്കല്പികമായി കരുതുന്ന കണങ്ങളാണ് ടാക്കിയോൺസ്.
പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുമെന്ന് സങ്കല്പിക്കപ്പെടുന്ന സാങ്കല്പിക കണമായ ടാക്യോണുകളെക്കുറിച്ച് ആദ്യമായി സിദ്ധാന്തം അവതരിപ്പിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ശരിയായ ഉത്തരം ECG സുദർശൻ. ശരിയായ ഉത്തരം ECG സുദർശൻ. പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുമെന്ന് സങ്കല്പിക്കപ്പെടുന്ന സാങ്കല്പിക കണമായ ടാക്യോണുകളെക്കുറിച്ച് ആദ്യമായി സിദ്ധാന്തം അവതരിപ്പിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് ECG സുദർശൻ. പ്രകാശത്തിൻ്റെ വേഗത 3 × 10⁸ കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന കണങ്ങളാണ് ടാക്യോണുകൾ. ഐൻസ്റ്റീൻ്റെ ആപേക്ഷികത സിദ്ധാന്ത പ്രകാരം അത് സാധ്യമല്ല. സാങ്കല്പികമായി ഇവയെ പ്രവചിച്ചിരിക്കുന്നു. പ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ ഏതൊക്കെയാണ്? പ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ ഏതൊക്കെയാണ്? ശരിയായ ഉത്തരം ആംസ്ട്രോം, നാനോമീറ്റർ, മീറ്റർ. പ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ ആംസ്ട്രോം, നാനോമീറ്റർ, മീറ്റർ. പ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആംസ്ട്രോം, നാനോമീറ്റർ, മീറ്റർ. ഒരു ആംസ്ട്രോം 10⁻⁻10 മീറ്റർ ആണ്. ഒരു ആംസ്ട്രോം 10⁻⁻10 മീറ്റർ ആണ്. ഒരു നാനോമീറ്റർ 10⁻⁹ മീറ്റർ ആണെന്ന് ഓർമ്മിക്കുക. ഒരു നാനോമീറ്റർ 10⁻⁹ ആണ്. ഒരു ആംസ്ട്രോം 10⁻⁻10 മീറ്റർ ആണ്. ഒരു ആംസ്ട്രോം 10⁻⁻10 മീറ്റർ ആണ്. ഒരു നാനോമീറ്റർ 10⁻⁹ മീറ്റർ ആണ്. പ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ ആംസ്ട്രോം, നാനോമീറ്റർ, മീറ്റർ. പ്രകാശ തീവ്രതയുടെ SI യൂണിറ്റ് എന്താണ്? പ്രകാശ തീവ്രതയുടെ SI യൂണിറ്റ് എന്താണ്? ശരിയായ ഉത്തരം കാൻഡല അല്ലെങ്കിൽ CD. പ്രകാശ തീവ്രതയുടെ SI യൂണിറ്റ് കാൻഡല അല്ലെങ്കിൽ CD. പ്രകാശ തീവ്രതയുടെ SI യൂണിറ്റ് എന്താണ്? കാൻഡല അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ CD. കാൻഡല പ്രകാശ സ്രോതസ്സിൻ്റെ തീവ്രത. കാൻഡല പ്രകാശ സ്രോതസ്സിൻ്റെ തീവ്രത. ല്യൂമൻ പ്രകാശ ഫ്ലക്സ്. ഒരു സ്രോതസ്സിൽ നിന്ന് വരുന്ന മൊത്തം പ്രകാശം. ല്യൂമൻ എന്നാൽ പ്രകാശത്തിൻ്റെ ഫ്ലക്സ്, പ്രകാശ ഫ്ലക്സിൻ്റെ തീവ്രത. ല്യൂമൻ പ്രകാശ ഫ്ലക്സിൻ്റെ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്നു. ലക്സ് ഒരു പ്രതലത്തിൽ പതിക്കുന്ന പ്രകാശത്തിൻ്റെ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്നു. ലക്സ് ഒരു പ്രതലത്തിൽ പതിക്കുന്ന പ്രകാശത്തിൻ്റെ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്നു. ഇത് മൂന്നും തമ്മിലെ വ്യത്യാസം മനസ്സിലാക്കി വെക്കണം. കാൻഡല പ്രകാശ സ്രോതസ്സിൻ്റെ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന SI യൂണിറ്റാണ്. കാൻഡല പ്രകാശ സ്രോതസ്സിൻ്റെ തീവ്രത. കാൻഡല പ്രകാശ സ്രോതസ്സിൻ്റെ തീവ്രത. ല്യൂമൻ പ്രകാശ ഫ്ലക്സ് ഒരു സ്രോതസ്സിൽ നിന്ന് വരുന്ന മൊത്തം പ്രകാശം. ല്യൂമൻ പ്രകാശ ഫ്ലക്സിൻ്റെ SI യൂണിറ്റാണ്. ല്യൂമൻ പ്രകാശ ഫ്ലക്സിൻ്റെ SI യൂണിറ്റാണ്. ഒരു സ്രോതസ്സിൽ നിന്ന് വരുന്ന മൊത്തം പ്രകാശമാണ് പ്രകാശ ഫ്ലക്സ്. ഒരു സ്രോതസ്സിൽ നിന്ന് വരുന്ന മൊത്തം പ്രകാശമാണ് പ്രകാശ ഫ്ലക്സ്. ലക്സ് എന്നാൽ ഒരു പ്രതലത്തിൽ പതിക്കുന്ന പ്രകാശത്തിൻ്റെ തീവ്രത. പ്രകാശ തീവ്രത അല്ലെങ്കിൽ തെളിച്ചം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? പ്രകാശത്തിൻ്റെ തീവ്രത ബ്രൈറ്റ്നസ് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? പ്രകാശത്തിൻ്റെ തീവ്രത അല്ലെങ്കിൽ വെളിച്ചം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ശരിയായ ഉത്തരം ആയതി അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ്. പ്രകാശ തീവ്രത അല്ലെങ്കിൽ തെളിച്ചം ബ്രൈറ്റ്നസ് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ആയതി അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ്. പ്രകാശത്തിൻ്റെ തീവ്രത അല്ലെങ്കിൽ തെളിച്ചം ബ്രൈറ്റ്നസ് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ആയതി അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ്. ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര പ്രകാശ വർഷമായും പ്രകാശ അധിഷ്ഠിത സാങ്കേതിക വിദ്യകളുടെ വർഷമായും പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ്? ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര പ്രകാശ വർഷമായും പ്രകാശ അധിഷ്ഠിത സാങ്കേതിക വിദ്യകളുടെ വർഷമായും പ്രഖ്യാപിച്ചത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 2015. ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര പ്രകാശ വർഷമായും പ്രകാശ അധിഷ്ഠിത സാങ്കേതിക വിദ്യകളുടെ വർഷമായും പ്രഖ്യാപിച്ചത് 2015. സാധാരണ മനുഷ്യൻ്റെ കണ്ണിന് വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ ദൂരം എത്രയാണ്? ശരിയായ ഉത്തരം 25 സെൻറ്റിമീറ്റർ. സാധാരണ മനുഷ്യൻ്റെ കണ്ണിന് വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ ദൂരം എത്രയാണ്? 25 സെൻറ്റിമീറ്റർ ആണ്. സാധാരണ മനുഷ്യൻ്റെ കണ്ണിന് വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ ദൂരം 25 സെൻറ്റിമീറ്റർ ആണ്. പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം വേവ് തിയറി ഓഫ് ലൈറ്റ് ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? ക്രിസ്റ്റ്യൻ ഹൈഗൻസ് 1678. പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം വേവ് തിയറി ഓഫ് ലൈറ്റ് ആദ്യമായി അവതരിപ്പിച്ചത് ക്രിസ്റ്റ്യൻ ഹൈഗൻസ് 1678. പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം വേവ് തിയറി ഓഫ് ലൈറ്റ് ആദ്യമായി അവതരിപ്പിച്ചത് ക്രിസ്റ്റ്യൻ ഹൈഗൻസ് 1678 ഓർമ്മിക്കുക. പ്രകാശം തരംഗം പോലെ സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞ് ഡച്ച് ശാസ്ത്രജ്ഞൻ ആണ് ക്രിസ്റ്റ്യൻ ഹൈഗൻസ്. പ്രകാശം തരംഗം പോലെ സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞ ഡച്ച് ശാസ്ത്രജ്ഞനാണ് ക്രിസ്റ്റ്യൻ ഹൈഗൻസ്. അദ്ദേഹത്തിൻ്റെ പുസ്തകം ട്രീറ്റൈസ് ഓൺ ലൈറ്റ്. അദ്ദേഹത്തിൻ്റെ പുസ്തകം ട്രീറ്റൈസ് ഓൺ ലൈറ്റ് 1690. അദ്ദേഹത്തിൻ്റെ പുസ്തകം ട്രീറ്റൈസ് ഓൺ ലൈറ്റ് 1690.
ഇതിനെ എതിർത്ത് ന്യൂട്ടൻ്റെ കണികാ സിദ്ധാന്തം കോർപ്പസ്കുലർ തിയറി ആയിരുന്നു. ഇതിനെ എതിർത്തത് ന്യൂട്ടൻ്റെ കണികാ സിദ്ധാന്തം കോർപ്പസ്കുലർ തിയറി ആയിരുന്നു. പിന്നീട് തോമസ് യങ്ങിൻ്റെ ഇൻ്റർഫെറൻസ് പരീക്ഷണം 1801 ഹൈഗൻസ് ശരിയാണെന്ന് തെളിയിച്ചു. പിന്നീട് തോമസ് യങ്ങിൻ്റെ 1801 ഇൻ്റർഫെറൻസ് പരീക്ഷണം ഹൈഗൻസ് ശരിയാണെന്ന് തെളിയിച്ചു. പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തത്തെ എതിർത്തത് ന്യൂട്ടൻ്റെ കണികാ സിദ്ധാന്തം കോർപ്പസ്കുലർ തിയറി ആയിരുന്നു. പിന്നീട് തോമസ് യങ് 1801 ഇൻ്റർഫെറൻസ് പരീക്ഷണം നടത്തി ഹൈഗൻസ് ശരിയാണെന്ന് തെളിയിച്ചു. പ്രകാശം വൈദ്യുത കാന്തിക തരംഗമാണ് എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആര്? ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ 1865 പ്രകാശം ഒരു വൈദ്യുത കാന്തിക തരംഗമാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ 1865 പ്രകാശം ഒരു വൈദ്യുത കാന്തിക തരംഗമാണ് എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ആണ്. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം പരീക്ഷണത്തിലൂടെ തെളിയിച്ചത് ഹെൻറിച്ച് ഹെർട്സ് ആണ്. 1887 അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം പരീക്ഷണത്തിലൂടെ തെളിയിച്ചത് ഹെൻറിച്ച് ഹെർട്സ് ആണെന്ന് ഓർമ്മിക്കുക. 1887 തരംഗം ആണെന്ന് പറഞ്ഞത് ഹൈഗൻസ്, വൈദ്യുത കാന്തിക തരംഗം എന്ന് പറഞ്ഞത് മാക്സ്വെല്ലാണ്, തരംഗം എന്ന് പറയുന്നത് ഹൈഗൻസ് ആണ്. ഈ വ്യത്യാസം മനസ്സിലാക്കണം. പ്രകാശം ഒരു തരംഗമാണെന്ന് പറഞ്ഞത് ഹൈഗൻസ്, വൈദ്യുത കാന്തിക തരംഗം എന്ന് പറഞ്ഞത് മാക്സ്വെൽ ആണ്. ഈ രണ്ട് വ്യത്യാസം മനസ്സിലാക്കണം. ക്രിസ്ത്യൻ ഹൈഗൻസ് ശരിയാണെന്ന് പറഞ്ഞത് തോമസ് യങ് ആണ്. ഹൈഗൻസിൻ്റെ തരംഗ സിദ്ധാന്തം ശരിയാണെന്ന് പറഞ്ഞത് തോമസ് യങ് ആണ്. ക്രിസ്ത്യൻ ഹൈഗൻസിൻ്റെ തരംഗ സിദ്ധാന്തം ശരിയാണെന്ന് തെളിയിച്ചത് ആരാണ്? തോമസ് യങ് ആണ്. ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ശരിയാണെന്ന് പരീക്ഷണത്തിലൂടെ തെളിയിച്ചത് ഹെൻറിച്ച് ഹെർട്സ് ആണ്. രണ്ടു തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി വെക്കുക. ക്വാണ്ടം സിദ്ധാന്തത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? ക്വാണ്ടം സിദ്ധാന്തത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ മാക്സ് പ്ലാങ്ക് 1900. ക്വാണ്ടം സിദ്ധാന്തത്തിൻ്റെ പിതാവ് മാക്സ് പ്ലാങ്ക് 1900 ക്വാണ്ടം സിദ്ധാന്തം വന്നത്. ക്വാണ്ടം സിദ്ധാന്തത്തിൻ്റെ പിതാവ് മാക്സ് പ്ലാങ്ക് ആണെന്ന് ഓർമ്മിക്കുക. ഊർജ്ജം തുടർച്ചയായി അല്ല, മറിച്ച് ചെറിയ ചെറിയ പൊതികളായി ആണ് വരുന്നത് എന്ന് പറഞ്ഞ സിദ്ധാന്തമാണ് ക്വാണ്ടം സിദ്ധാന്തം. ആ ചെറിയ പൊതികൾക്കാണ് ക്വാണ്ടം എന്ന് പറയുന്നത്. പ്രകാശത്തിൻ്റെ ക്വാണ്ടം ആണ് ഫോട്ടോൺ. പ്രകാശത്തിൻ്റെ ക്വാണ്ടം ആണ് ഫോട്ടോൺ. ക്വാണ്ടം സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് മാക്സ് പ്ലാങ്ക് 1900 ഓർമ്മിക്കുക. മാക്സ് പ്ലാങ്ക് 1900 ഓർമ്മിക്കുക. ക്വാണ്ടം സിദ്ധാന്തത്തിൻ്റെ കണ്ടുപിടുത്തത്തിന് 1918 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം പ്ലാങ്കിന് ലഭിച്ചു. ക്വാണ്ടം സിദ്ധാന്തത്തിൻ്റെ കണ്ടുപിടുത്തത്തിന് 1918 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം പ്ലാങ്കിന് ലഭിച്ചു. 1918 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം പ്ലാങ്കിന് ലഭിച്ചത്. ക്വാണ്ടം സിദ്ധാന്തം കണ്ടുപിടിച്ചത് മാക്സ് പ്ലാങ്ക് 1900. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് ക്വാണ്ടം സിദ്ധാന്തം ഉപയോഗിച്ചത് ഐൻസ്റ്റീൻ 1905. ക്വാണ്ടം മെക്കാനിക്സ് വികസിപ്പിച്ചത് ബോർ, ഷ്രോഡിംഗർ, ഹൈസൻബർഗ് ആണെന്ന് ഓർമ്മിക്കുക. ക്വാണ്ടം മെക്കാനിക്സ് വികസിപ്പിച്ചത് ബോർ, ഷ്രോഡിംഗർ, ഹൈസൻബർഗ് എന്നിവരാണെന്ന് ഓർമ്മിക്കുക. ക്വാണ്ടം സിദ്ധാന്തം ഉണ്ടാക്കിയത് മാക്സ് പ്ലാങ്ക് 1900. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് ക്വാണ്ടം സിദ്ധാന്തം ഉപയോഗിച്ചത് ഐൻസ്റ്റീൻ ആണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് ക്വാണ്ടം സിദ്ധാന്തം ഉപയോഗിച്ചത് ഐൻസ്റ്റീൻ ആണ്. ക്വാണ്ടം മെക്കാനിക്സ് വികസിപ്പിച്ചത് ബോർ, ഷ്രോഡിംഗർ, ഹൈസൻബർഗ്. ക്വാണ്ടം മെക്കാനിക്സ് വികസിപ്പിച്ചത് ബോർ, ഷ്രോഡിംഗർ, ഹൈസൻബർഗ്. ഈ മൂന്ന് വ്യത്യാസവും നിങ്ങൾ മനസ്സിലാക്കി ഹൃദയസ്ഥമാക്കി വെക്കുക. പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തം കോർപ്പസ്കുലർ തിയറി ഓഫ് ലൈറ്റ് ആവിഷ്കരിച്ചത് ആരാണ്? സർ ഐസക് ന്യൂട്ടൺ ആണ്. പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തം കോർപ്പസ്കുലർ തിയറി ഓഫ് ലൈറ്റ് ആവിഷ്കരിച്ചത് സർ ഐസക് ന്യൂട്ടൺ ആണ്. പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തം ഐസക് ന്യൂട്ടൺ. പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ഹൈഗൻസ് 1678. പ്രകാശത്തിൻ്റെ വൈദ്യുത കാന്തിക തരംഗം മാക്സ്വെൽ. ഇത് മൂന്നും മനസ്സിലാക്കി വെക്കുക. പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തം 1675 ന്യൂട്ടൺ ആണ് കണ്ടെത്തിയത്. പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ന്യൂട്ടൺ ആണ് 1675. പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ഹൈഗൻസ് 1678. പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ഹൈഗൻസ് 1678. പ്രകാശത്തിൻ്റെ വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം. ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി വെക്കുക. പ്രകാശത്തിൻ്റെ വൈദ്യുത കാന്തിക തരംഗം മാക്സ്വെൽ ആണ് 1865. പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ഹൈഗൻസ് ആണ് 1678. പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തം ന്യൂട്ടൺ ആണ് 1675. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഹൃദ്യസ്ഥമാക്കുക. നിങ്ങൾക്ക് ഹൃദ്യസ്ഥമാക്കാൻ തരത്തിലാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ലെങ്തി ആവുന്നുണ്ട്. അടുത്ത വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.